ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണ എനിക്ക് ഓൺലൈനിൽ തരക്കേടില്ലാത്ത ലാഭം കൊണ്ട് തന്ന ഒരു ബിസിനസ്സാണ് ബെഡ്ഷീറ്റിൻ്റെ ബിസിനസ് എന്നുള്ളത്. റീസെല്ലിംഗ് ആയിരുന്നു അത്. ഞാൻ യാദൃശികമായിട്ട് ഇതിലേക്ക് വന്നതാണ്, ബെഡ്ഷീറ്റിൻ്റെ ഒരു ഇതിലേക്ക്. ഞാൻ വെറുതെ കുറച്ച് ബെഡ്ഷീറ്റ് എടുത്തിട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്തു, ഇത് എങ്ങനെയാണ് നിങ്ങൾ അയച്ചു തരണോ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ എൻക്വയറികൾ വരാൻ തുടങ്ങി. അങ്ങനെ എൻക്വയറികൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു മേഖലയിൽ സാധ്യതയുണ്ട്. സാധാരണ ബെഡ്ഷീറ്റ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ആദ്യം വന്നത് വാച്ച്, പേഴ്സ്, ഷൂസ് അതൊക്കെയാണ് അധികം. ഷർട്ട് അങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റുകളാണ് അധികം. ബെഡ്ഷീറ്റ് ഒന്നും അങ്ങനെ നമ്മുടെ തലയിൽ വന്ന ഒരു പ്രൊഡക്റ്റുകൾ. ഞാൻ വെറുതെ ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ടതാണ്, ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലാണ് ഇട്ടായിരുന്നത്. അപ്പോൾ കുറച്ച് എൻക്വയറികൾ എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റുകൾ അങ്ങ് ലിസ്റ്റ് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട ബെഡ്ഷീറ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്തു. ഈ എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഓർഡർ വന്നില്ല. അതായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ സാധനം വാങ്ങണില്ല. നമുക്ക് വെറുതെ എൻക്വയറി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് സെയിൽ കിട്ടണ്ടേ. അത് നടക്കണില്ല. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബെഡ്ഷീറ്റുകൾ അധികവും വാങ്ങുന്നത് സ്ത്രീകളാണ്. അപ്പൊ നമ്മളൊരു ആൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ എന്നിട്ട് ബെഡ്ഷീറ്റ്, ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഒക്കെ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. പക്ഷേ ബെഡ്ഷീറ്റുകൾ അധികം കസ്റ്റമേഴ്സിന്റെ അടുത്ത് എൻക്വയറി ചെയ്യണ സ്ത്രീകളാണ്. അവർക്ക് അത് ഇഷ്ടമല്ല, എന്തോ കാരണങ്ങൾ കൊണ്ട്. അവർക്ക് കുറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ള ബെഡ്ഷീറ്റുകളാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ ഞാനത് എങ്ങനെ അത് എന്താണ് ഇവർക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു എൻ്റെതായിട്ടുള്ള രീതിയിലൊരു സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഡാറ്റ കിട്ടണം. അധികം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആയിരിക്കണം. അതിന് എന്താണ് ഒരു വഴി? ഇപ്പം നമുക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല, ആ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി മാർക്കറ്റ് പ്ലേസുകളിൽ, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ ചെന്ന് സ്റ്റഡി നടത്തി ഏതൊക്കെ ഡിസൈനാണ് അധികവും കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഡാറ്റ നമ്മളെങ്ങനെ കളക്ട് ചെയ്യുന്നുള്ളൂ. ഡാറ്റയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പവർ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോയേക്കണ കുറച്ച് ബെഡ്ഷീറ്റുകളുണ്ട്. അതിൻ്റെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇതേപോലുള്ള ഡിസൈനുകളാണ് എനിക്ക് അധികം വിറ്റ് പോയിട്ടുള്ളത്. പക്ഷെ ഇതിലൊന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡിസൈൻ അല്ല. പേഴ്സണലി ഞാനൊരു ബെഡ്ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സെയിൽ വന്നേക്കണ ഇത്തരം ഡിസൈനുകൾക്കാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്ത്രീകളാണ് അധിക സമയത്തും നമ്മുടെ കസ്റ്റമറായിട്ട് മാറുന്നത്. കുട്ടികളുടെ ബെഡ്ഷീറ്റും വാങ്ങുന്ന സ്ത്രീകളാണ്. അവർക്കുള്ളത് അവർ തന്നെ വാങ്ങണേ, പുരുഷന്മാർക്കുള്ളത് അവർ തന്നെ വാങ്ങണം, മുതിർന്നവർക്കുള്ളത് അവർ തന്നെ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നതിനനുസരിച്ചായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കറ്റ് പ്ലേസുകളിലെല്ലാം സെർച്ച് ചെയ്ത് ആ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെ മോഡലുകളാണ് അവർക്ക് ഇഷ്ടം, അതെങ്ങനെ അറിയണമെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ബെഡ്ഷീറ്റിൻ്റെ വേറൊരു സീക്രട്ട് ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തരക്കേടില്ലാത്ത ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒന്നിലധികം പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയതോടുകൂടി ഞാൻ എൻ്റെ പ്രൈസ് താത്താൻ തുടങ്ങി. വളരെ കുറഞ്ഞ ലാഭം മാത്രം എടുത്ത് സെല്ല് ചെയ്യാൻ തുടങ്ങി. 60 രൂപ, 50 രൂപ, 70 രൂപ ഒക്കെ മാത്രം ലാഭം എടുത്ത്, മറ്റുള്ളവരൊക്കെ പലരും മാർക്കറ്റ് പ്ലേസിലൊക്കെ 100, 120, 200 വരെയൊക്കെ ലാഭം പോകാൻ നേരത്ത് ഞാൻ അതങ്ങ് നേരെ കുറച്ചിട്ട് കുറഞ്ഞ പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ തന്നെ ഒന്നിലധികം ഓർഡർ ചെയ്യാൻ തുടങ്ങി. 6, 7 ഒക്കെ വെച്ച് ഓർഡർ ചെയ്യാൻ തുടങ്ങി ചില ബെഡ്ഷീറ്റുകൾ. അതെന്താണ് അതിൻ്റെ കാരണം? ചില സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഒരു 6 ബെഡ്ഷീറ്റൊക്കെ ഒരു വീട്ടിലായിട്ട് ആവശ്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ചിലർ ഓർഡർ കണ്ട് പിന്നെ വാങ്ങിയവർ ഒരാഴ്ച കഴിഞ്ഞ് അവരുടെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യും, അവരും കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇന്ന ആൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവരാണ് നമ്പർ തന്നത്. അങ്ങനെ അവരും കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അവരും 3, 4 വെച്ച് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തരക്കേടില്ലാത്ത ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബെഡ് എപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പോൾ ഒരു ഡിസൈൻ വർഷങ്ങളോളം അങ്ങനെ ഇടൂലല്ലോ. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ കളറായിരിക്കും. ബെഡ്ഷീറ്റ് എപ്പോഴും ആവശ്യം വരുന്നൊരു സാധനമായിരിക്കും. ഒരു വീട്ടിൽ 3, 4 കട്ടിലുകൾ ഉണ്ടാവും. ഡബിൾ സൈസാണ് അധികം കട്ടിലുകളും. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്തത്. 2 ആൾക്ക് കിടക്കാൻ പാകത്തിനുള്ള കട്ടിലുകളാണ് അധിക വീട്ടിലും ഉള്ളത്. അങ്ങനെ ഒരു 3 കട്ടിലുകൾ ഉണ്ടാവും. അപ്പോൾ ബെഡ്ഷീറ്റ് എപ്പോഴും മാറ്റും. നമുക്ക് എപ്പോഴും, ചിലർക്ക് അങ്ങനെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഡിസൈൻ തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ അവർ
2-3 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റുകളെല്ലാം മാറ്റും. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതിലേക്ക് ഇറങ്ങിയ ടൈമിലാണ് ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഡാറ്റകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസ്ക് കുറയ്ക്കാം, റിസ്ക് മിനിമൈസ് ചെയ്യാം, ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഫെയിലായി പാഠം പഠിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക, അങ്ങനെ കുറച്ച് ടൈം എടുക്കും. ഇത് റീസെല്ലിംഗ് ആയതുകൊണ്ട് എനിക്ക് വലിയ ചിലവില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ഇതിൽ നടത്തിയിരുന്നു. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയതുകൊണ്ടാണ് ചിലത് എനിക്ക് ക്ലിക്കായത്. ഇപ്പം ഞാൻ പോയി ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ, ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഹോൾസെയിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് വിജയിച്ചോളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസെയിൽ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും എടുക്കുക. യഥാർത്ഥത്തിൽ കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഡാറ്റ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഈ ഒരു സെക്ഷൻ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐഡിയ പലതിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഏതെങ്കിലും മാർക്കറ്റ് പ്ലേസിൽ വരാം. ഞാനിപ്പോൾ ഇവിടെ ആമസോണിലാണ് കയറിയേക്കണം. എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ബെഡ്ഷീറ്റ്. ഓക്കെ, 2572 റിവ്യൂസ് ഇതിനുണ്ട്. ഇത് സെല്ല് ചെയ്യണത് ആമസോൺ ബ്രാൻഡ് തന്നെയാണ്. ആമസോണിൻ്റെ ബ്രാൻഡ് സോലിമോ, അവർ തന്നെയാണ് സെല്ല് ചെയ്യണത്. താഴേക്ക് വന്നു 1037 റിവ്യൂസ് ഉണ്ട്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ 10249 റിവ്യൂ. ഓക്കെ, അത് വലിയൊരു ഹൈപ്പാണ്. പെട്ടെന്ന് തന്നെ 10,000 റിവ്യൂ പെട്ടെന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ ഈ ബെഡ്ഷീറ്റിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു, കംപ്ലീറ്റ് അനലൈസ് ചെയ്യണം, പഠനോദയമാക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-ലധികം കസ്റ്റമേഴ്സ് ഇതിന് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലക്ഷക്കണക്കിന് ഓർഡറുകൾ ഇതിന് വന്നു. വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സും റിവ്യൂ ഇടണമെന്നില്ല. നമ്മൾ തന്നെ പല പ്രൊഡക്റ്റുകളും ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ റിവ്യൂ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും റിവ്യൂ ഇടണമെന്നില്ല. 10,000-ഓളം റിവ്യൂ ഉണ്ടെങ്കിൽ ഈ സാധനം ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് പേഴ്സണലി എനിക്കിഷ്ടമല്ല, ഞാൻ ഈ ബെഡ്ഷീറ്റ് വാങ്ങൂല. പക്ഷേ അതിൽ കാര്യമില്ല, എൻ്റെ ഇഷ്ടമല്ല ഇവിടെ നോക്കേണ്ടത്. അല്ലെങ്കിൽ സംരംഭകരായിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിലുപരി നമുക്ക് ഏത് ഡിസൈൻ ഇഷ്ടപ്പെടുന്നു എന്നതിലുപരി കസ്റ്റമർ ഏതാണ് പ്രിഫർ ചെയ്യണത് എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ സെയിലിൻ്റെ വോളിയം. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇത് ഇങ്ങനെ നോക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വരാം. പ്രൈസ്, ഇതിൻ്റെ വില ഡബിൾ സൈസിന് 299 രൂപ, 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. ഒരു 50 രൂപ അവരെ ഷിപ്പിംഗ് ചാർജും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 350 രൂപ. അപ്പോൾ തരക്കേടില്ലാത്ത ഡിസൈൻ 350 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ ആമസോണിൻ്റെ ആവറേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 300 സംതിങ്ങിലാണ് നിൽക്കുന്നത്. 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചാണ്. മനസ്സിലായില്ലേ, 300 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓർഡർ വന്നേക്കണം. പ്രൈസും വലിയൊരു ഘടകമാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും. ഇനി നമ്മൾ നോക്കുന്നു, അതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കുന്നു. നേരെ താഴെ റിവ്യൂയിലേക്ക് വരാം. അപ്പോൾ പല കസ്റ്റമേഴ്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പല കസ്റ്റമേഴ്സ് അത് പല രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കാം. പല കസ്റ്റമേഴ്സ് അവരുടെ ബെഡിൽ അത് ഓൾറെഡി വിരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്, പലരും കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ഡിസൈൻ വിറ്റുപോയി, കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഡിസൈനെ നോട്ട് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും. ഇനി അടുത്തത്, അങ്ങനെ ഓരോ ഇതൊക്കെ കുറഞ്ഞ റിവ്യൂസ് ഉള്ളൂ. കുറഞ്ഞ റിവ്യൂസ് ഉള്ളതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഡിസൈൻസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഒരു 4000 കാണുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ് ആളുകൾക്ക് ഇഷ്ടം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതാണ് ആളുകൾ വാങ്ങുന്നത്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്തു. നേരത്തെ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടാവും, ഒരു ഇലയുടെ പടവും ഇതൊക്കെയായിരുന്നു. ഇത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ പടമൊക്കെ ഉണ്ട്. ഇനി ഇങ്ങനെ താഴേക്ക് വരാം. ഇനി അടുത്തത് നമ്മൾ നോക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കണം. എങ്ങനെ സേവ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലവ് സിമ്പിൾ ഉണ്ട്, ഹാർട്ട് സിമ്പിൾ ഉണ്ടോ, അതൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ കറുപ്പ് ഇങ്ങനെ വരും, അതിപ്പോൾ സേവ് ആവും. ഇത് ഓരോന്ന് സേവ് ചെയ്യുക. ഇനി നിങ്ങൾ ഇതേപോലെ ഷോപ്പോ എന്തെങ്കിലും തുടങ്ങാൻ പോകാൻ നേരത്ത് ഇത്തരം ഡിസൈനുകളൊക്കെ നിങ്ങളുടെ തലയിൽ നിൽക്കണം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈനുകളായിരിക്കും അധികം പോണത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ വിറ്റ് പോണതല്ലായിരിക്കാം സൗത്ത് ഇന്ത്യയിൽ വിറ്റ് പോണത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അവിടെ ആ ഒരു വിഷയം നിങ്ങൾ കേരളത്തിൽ അത് വിറ്റ് പോകുന്നുള്ള സാധ്യതയും കൂടി ഒന്ന് അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ
കേരളത്തിലധികം ഒരു ഗോൾഡൻ കവറിങ് ഒക്കെ ഉള്ളതാണ് പലർക്കും ഇഷ്ടം. ഉത്തരേന്ത്യയിലാവാൻ നേരത്ത് അതൊരു സിൽവർ ടച്ചിലേക്കും മറ്റ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് അവരിടുന്നത്. അപ്പോൾ അത്തരം കാറ്റഗറി നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇത് ബെഡ്ഷീറ്റിൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഏതിൻ്റെയും ചെയ്യാം. ടീഷർട്ടിൻ്റെ നോക്കാം, മറ്റിൻ്റെ നോക്കാം, ഷൂസിൻ്റെ നോക്കാം, ഏതൊക്കെയാണ് ഡിമാൻഡ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് ബിഹേവിയർ നോക്കാം, അതിൻ്റെ പ്രൈസ് നോക്കാം, എവിടെ വരെ ഇവർ പേ ചെയ്യും, എത്ര വരെ എനിക്ക് കൂട്ടാം. ഇതെല്ലാം അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഒരു കംപ്ലീറ്റ് ഒരു മാർക്കറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു അനലൈസേഷൻ വീഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് പല പ്രൊഡക്റ്റുകളും ഇതേപോലെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100% ഉറപ്പല്ല തന്നത്, മാക്സിമം റിസ്ക് കുറയ്ക്കാന്നുള്ളതാണ്. എന്തായാലും വിജയിക്കും എന്നുള്ള ഉറപ്പ് ആർക്കും തരാൻ പറ്റില്ല. റിസ്ക് മാക്സിമം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഫോർഡബിലിറ്റിയും കൂടി നിങ്ങൾ നോക്കുക. ആളുകൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അമിത ലാഭം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റ് പോകില്ല. ഞാൻ ചെറിയ ലാഭം മാത്രം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൽ നിന്ന് നമ്മൾ 200-300 ലാഭം നോക്കാതെ ഒരു കസ്റ്റമറിൽ നിന്ന് 60-100 ലാഭമൊക്കെ എടുത്തിട്ട് അത് വോളിയത്തിൽ സെല്ല് ചെയ്യുക, ഒരുപാട് പേർക്ക് സെല്ല് ചെയ്യുക. അങ്ങനെ ഒരുപാട് പേർക്ക് സെല്ല് ചെയ്യാൻ നേരത്താണ് ശരിക്കും പ്രോഫിറ്റ് വരുന്നത്. ഇവിടെ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ അങ്ങനെ കൂടാൻ നേരത്തെ അവർ പയ്യെ വില കൂട്ടാൻ തുടങ്ങും. അപ്പോൾ അവരുടെ വോളിയം കുറയും. അപ്പോൾ വോളിയം കൂടി പോകുമ്പോൾ പ്രോഫിറ്റിനൊക്കെ കുറവായിരിക്കും. നിങ്ങൾ അമിത ലാഭം എടുത്ത് വിൽക്കുക. ഈവൻ ഓർഡർ ഉണ്ടെങ്കിലും പ്രോഫിറ്റ് മാർജിൻ കൂടുതലാണെങ്കിൽ കൂടിയും വോളിയം കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ മൊത്തം നെറ്റ് പ്രോഫിറ്റ് കുറയും. അതൊരു മൊത്തത്തിലുള്ളൊരു തിയറി അങ്ങനെയാണ്. അത് മിക്കവർക്കും അറിയാം. പലരെയും എന്താ പറയുക, അത് ഓക്കെ നല്ല ഓർഡർ ഉണ്ട് എന്നാൽ റേറ്റ് കൂട്ടിയേക്കാം എന്ന് കരുതി നിങ്ങളത് ചെയ്യരുത്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പെട്ടെന്ന് തന്നെ സാധനം വിട്ടിരിക്കുക. ഈ സാധനം ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ കുന്നുകൂടി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തലവേദന പിടിച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ പലതും അങ്ങനെ കിടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയണതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ടെക്നിക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.